ഷീബാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കുന്നത് നൂഡിൽസാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങൾ ക്യാബേജ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇത്രയൊന്നും വേണ്ട, ഇതിൻ്റെ പകുതി ക്യാബേജ് മതിയാവും. പിന്നെ നൂഡിൽസ്, ചൈനീസ് നൂഡിൽസാണ്. അപ്പോൾ നാലാൾക്ക് കഴിക്കേണ്ട ചൈനീസ് നൂഡിൽസ് ഉണ്ടത്. അപ്പോൾ ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് വെള്ളം എടുത്തിട്ടുണ്ട്, ചൂടാക്കുക. അതിലേക്ക് നമ്മൾ നൂഡിൽസ് ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് വേണം. ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ. അത് കുറച്ച് വേകട്ടെ. ഒരു 5 മിനിറ്റ് 10 മിനിറ്റോളം വേണം അത്. അപ്പോഴേക്ക് നമുക്ക് പച്ചക്കറിയെല്ലാം ഒന്ന് നന്നാക്കി എടുക്കാം. ഒരു ക്യാരറ്റ്, ഒരു 4-5 ബീൻസ്, പിന്നെ ഒരു ഹാഫ് ക്യാബേജ്. ഇത്ര സാധനം മതിയാവും. അത് വേകുന്ന നേരം കൊണ്ട് നമ്മളിതാ പച്ചക്കറി നന്നാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ വേണ്ടത് ഒരു 2 സ്പൂണ് സോസ്, ടൊമാറ്റോ സോസ്, ഒരു 2 സ്പൂണ് സോയാ സോസ്. പിന്നെ നിങ്ങൾക്ക് എരിവാണെങ്കിൽ ലേശം കുരുമുളക് പൊടി ചേർക്കാം. പിന്നെ 2 മുട്ട. ഞാൻ 2 ആൾക്ക് തിന്നാനുള്ളതാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. 4 ആൾക്ക് കഴിക്കാനുള്ള നൂഡിൽസ് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ പച്ചക്കറിയെല്ലാം ഒന്ന് ബോയിലാക്കി എടുക്കുക. വലിയ ഫ്രൈ ഒന്നും വേണ്ട, ചെറുങ്ങനൊന്ന് ബോയിലായാൽ മതി. അതിന് പച്ചക്കറിക്ക് ആവശ്യമുള്ള ഉപ്പിടണം. നമ്മൾ ആദ്യം വേവിച്ച് വെച്ചതിൽ ഉപ്പിട്ടതുകൊണ്ട് നൂഡിൽസ് നമ്മൾ ഉപ്പിടണ്ട, കുറച്ച് ഉപ്പിട്ടിട്ടാണ് വേവിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാ പച്ചക്കറിക്ക് ആവശ്യമുള്ള ഉപ്പിട്ടിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമ്മൾ മറ്റേ സ്റ്റൗവിൽ 2 മുട്ട ഉടച്ചിട്ട് നന്നായിട്ട് വറവ് പോലെ ആക്കിയെടുക്കണം. നമ്മൾ എഗ് ബുർജിയെല്ലാം ആക്കുന്ന മാതിരി. എന്നിട്ട് നമുക്ക് മറ്റൊരു തവ വെച്ചിട്ട് എല്ലാം കൂടി ഒന്നിച്ച് ചേർക്കാം. ഹോട്ടലെല്ലാം ആണെങ്കിൽ നമുക്ക് വലിയ തവ വെച്ച് ചെയ്യാവുന്നതാണ്. ഇത് വീട്ടിലായതുകൊണ്ട് നമുക്ക് 2 തവ ഉപയോഗിക്കേണ്ടി വന്ന്. അപ്പോൾ ഇതാ ചെറിയ തവയിൽ നമ്മൾ ഇതെല്ലാം കൂടി ഒന്ന് ചേർത്ത് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇനിയൊരു വലിയ തവ വെക്കണം. വലിയ തവയിലേക്ക് നമ്മൾ ഈ പച്ചക്കറിയും മുട്ട ഫ്രൈ എല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കാം. അതിലേക്ക് തന്നെ നമുക്ക് ടൊമാറ്റോ സോസും സോയാ സോസും ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ എഗ്ഗ് നൂഡിൽസാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ചിക്കൻ വെച്ചിട്ട് ഇത് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതാ നൂഡിൽസ് ഞാൻ 2 ആൾക്ക് കഴിക്കാനുള്ള നൂഡിൽസ് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ബാക്കി എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. എപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. 2 സ്പൂണ് ടൊമാറ്റോ സോസ് ഒഴിച്ച് ഇനി 2 സ്പൂണോളം സോയാ സോസും കൂടി ഒഴിക്കുക. ഞാനിതിൽ എരിവൊന്നും ഇടുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ഇടാൻ എരിവ് ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ നൂഡിൽസ് വേകുന്ന ഒരു സമയം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. പിന്നെ പച്ചക്കറികളൊന്നും അധികം വേവേണ്ട ആവശ്യമില്ല. എല്ലാം ഒരു ഹാഫ് ബോയിലായാൽ മതി. അപ്പോൾ ഇതാ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കിതെല്ലാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും ഒരു കമൻ്റ് ഇടാനും മറക്കരുത്. നിങ്ങൾ കമൻ്റ് ഇടുക, ഷെയർ എല്ലാം ചെയ്യുമ്പോഴാണ് നമുക്കിതിന് ഒരു പ്രോത്സാഹനം കിട്ടുക. അപ്പോൾ ഇതാ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ മേലെ ഒരു എഗ്ഗ് ബോയിലാക്കിയതും കൂടി വെച്ചിട്ടുണ്ട്. എഗ്ഗ് നമ്മൾ ഫ്രൈ ആക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. രാവിലെ എല്ലാം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതായിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ബാക്കിയുള്ള നൂഡിൽസ് നമ്മളിതാ ഫ്രിഡ്ജിലേക്ക് വെക്കും. എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.